പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും വിഷമതകളും വേദനകളും ഒക്കെ തന്നിട്ട് 2018 നമ്മളെ വിടവാങ്ങി. 2019 ഒരു പുതുവർഷ പ്രതീക്ഷകളോടെ നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പഞ്ചമഹാശക്തികളെ പറ്റിയാണ്. കുണ്ടലിനി ശക്തിയെപ്പറ്റി നാം മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ശക്തിവിശേഷം എന്താണെന്നും അത് ഉണർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണെന്നും ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അണിമാതി അഷ്ടസിദ്ധികളെ പറ്റിയും നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മൂലാധാര ചക്രത്തിൽ 3.5 ചുറ്റായി സുഷുമ്നയുടെ ഇടയിൽ തലവെച്ച് അമൃതം കുടിച്ചുറങ്ങുന്ന ശക്തിവിശേഷമാണ് കുണ്ടലിനി ശക്തി എന്നാണ് തന്ത്ര പറയുന്നത്. ആ ശക്തിയെ നമ്മുടെ സഹസ്രാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് കുണ്ടലിനി ഉണർച്ചയിലൂടെ നാം സാധ്യമാക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതകരമായ ഈ ശക്തിവിശേഷം കുണ്ടലിനി ശക്തി നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് മറ്റ് ആധാര ചക്രങ്ങളിലൂടെ കടന്ന് നമ്മുടെ ആജ്ഞയിൽ, തേടൈ എന്ന് പറയുന്ന നമ്മുടെ ഭൂമധ്യത്തിലുള്ള ആജ്ഞയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അത്ഭുത ശക്തികളാണ് പഞ്ചമഹാശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ സാധകനെ സംബന്ധിച്ചിടത്തോളം പല ക്രിയകളിലൂടെയും മെഡിറ്റേഷനിലൂടെയും കടന്നുപോയി കുണ്ടലിനി ശക്തി ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അത്ഭുതകരമായ രീതിയിൽ ജീവിക്കാനുള്ള പഞ്ചമഹാശക്തികൾ നമുക്ക് കരഗതമാകും. എന്തൊക്കെയാണ് ഈ പഞ്ചമഹാശക്തികൾ, അല്ലെങ്കിൽ 5 മഹാശക്തികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1 ക്രിയാശക്തി, 2 ഇച്ഛാശക്തി, 3 ജ്ഞാനശക്തി, 4 ചിത് ശക്തി, 5 ആനന്ദം, അതായത് പരമാനന്ദം. ഇതിൽ ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ശക്തി. ക്രിയകൾ ചെയ്യുന്നതിനുള്ള ശക്തി എന്ന് പറയുമ്പോൾ നാം എല്ലാം ഇപ്പോൾ ക്രിയകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്സിൽ നിന്നുകൊണ്ടാണ് നാം ആ പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇപ്പോൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്ന് നാം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രവൃത്തിയുടെ വൃത്തത്തിൽ നാം ആയി പോവുകയാണ് ചെയ്യുന്നത്. പ്രവൃത്തിയാവുന്ന വൃത്തത്തിൽ നാം കടന്ന് ഉഴലുകയാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥമായ ജീവിതത്തെയോ യഥാർത്ഥമായ പ്രപഞ്ച രഹസ്യങ്ങളെയോ സ്വാതന്ത്ര്യത്തെയോ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ പ്രവൃത്തിയെ നിവർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിർവൃതി ഉണ്ടാവുന്നുള്ളൂ. പ്രവൃത്തിയെ നിവർത്തണമെങ്കിൽ നമുക്ക് ക്രിയാശക്തി കൈവരണം. കാരണം ഈ പ്രവൃത്തിയാവുന്ന വട്ടത്തിൽ കടന്ന് യന്ത്രങ്ങളെപ്പോലെ ചുറ്റിത്തിരിയുകയാണ് ഏതാണ്ട് 99% മനുഷ്യരും. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജന്മത്തിൻ്റെ ഉദ്ദേശമോ അതിൻ്റെ നിഗൂഢതകളോ ഒന്നും തന്നെ അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രവൃത്തി നിവർത്തനായിട്ട് നമുക്ക് കൈവറ്റുന്ന ശക്തിയാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. അടുത്തു വരുന്ന ശക്തിയാണ് ഇച്ഛാശക്തി. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ആഗ്രഹമാണ്. അതായത് നമ്മളുടെ പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് ആഗ്രഹങ്ങളാണ്. അതായത് രാഗമാണ് നമുക്കുള്ളത്. ഈ ആഗ്രഹം മാറിയിട്ട് അത് ഇച്ഛയായിട്ട് മാറണം. കാരണം നമ്മൾ ഇപ്പോൾ നമുക്ക് അതാവണം, ഇതാവണം, അല്ലെ അത് വേണം, ഇത് വേണം, അല്ലെ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളിൽപ്പെട്ട് നമ്മൾ കിടക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ എത്ര സബലീകരിച്ചാലും വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇച്ഛയെന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്. ദൈവിക അവബോധത്തിലാണ് ഇച്ഛയുള്ളത്. അപ്പോൾ നമ്മൾ ഇച്ഛിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് പ്രാവർത്തികമായിരിക്കും. അതാണ് ഇച്ഛയുടെ ഗുണം. അപ്പോൾ ഇച്ഛാശക്തി കൈവരിച്ചാൽ നാം ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് കരഗതമാകും എന്നുള്ളതാണ് ഇച്ഛാശക്തിയുടെ ഗുണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ജ്ഞാനശക്തിയാണ്. ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിലുള്ളത്, അതായത് സാധാരണ മനുഷ്യർക്ക് ഉള്ളതെന്ന് പറയുന്നത് അവർക്ക് ഒരു വ്യക്തി അവബോധം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്ഞാനം ഇല്ല, പകരം നമുക്കുള്ളത് അറിവാണ്, അതായത് വിദ്യയാണ് നമുക്കുള്ളത്. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവുകളാണ്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നാം അറിയുന്ന ഒരു കാര്യം നാളെ ഒരു പക്ഷേ അത് മാറ്റത്തിന് വിധേയമാകും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയലാണ്. ഏതൊരു അവസ്ഥയെയും അനുഭവിച്ചറിയുമ്പോഴാണ് അത് ജ്ഞാനമായി മാറുന്നത്. അപ്പം ജ്ഞാനശക്തി നമുക്ക് കൈവന്നാൽ നമ്മൾ അറിയുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് അനുഭവിച്ചറിയുവാനും ആ ജ്ഞാനം കരഗതമാകുമ്പോൾ ഈശ്വരീയമായ ദർശനങ്ങളും പ്രകൃതിയുടെ രഹസ്യങ്ങളും നമ്മളുടെ ഈ ജന്മത്തിൻ്റെ രഹസ്യങ്ങളുമൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ജ്ഞാനശക്തി കൈവരുന്നത്. ഇനി അടുത്ത് വരുന്നത് ചിത് ശക്തിയാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഉള്ളത് പരിമിതമായ വ്യക്തിബോധമാണ്.
എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാം എല്ലാം ജീവിക്കുന്നത് തികഞ്ഞ അവബോധത്തില്ല, മറിച്ച് അബോധത്തിലാണ്. തികഞ്ഞ അവബോധം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരീയമായ ഭാവമാണ്. ഈശ്വരീയമായ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിബോധം ഈ പ്രപഞ്ചബോധവുമായി ഒന്നായി ചേരുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാനായിട്ട് കിട്ടുന്ന ജ്ഞാനമാണ് യഥാർത്ഥമായ ജ്ഞാനമെന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം നമ്മളിലേക്ക് വരുന്ന അറിവുകളെല്ലാം നാം സ്വീകരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ നമ്മളിലേക്ക് വരുന്ന എല്ലാ അറിവുകളെയും സ്വീകരിക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അവയുടേതായ പരിമിതികളുണ്ട്. അങ്ങനെ പരിമിതമായ അറിവുകളാണ് നമുക്കിപ്പോൾ കരഗതമാകുന്നത്. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനത്തെ സിദ്ധിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തു വരുന്ന ശക്തിയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറഞ്ഞാൽ ലയമാണ്. ലയം എന്ന് പറഞ്ഞാൽ എന്തിലാണ് ലയിക്കുന്നത്? ഈശ്വരനിൽ തന്നെയുള്ള ലയമാണ്, പരമാത്മാവിലുള്ള ലയമാണ്, പ്രപഞ്ചബോധത്തിലുള്ള ലയമാണ്, അസ്തിത്വത്തിലുള്ള ലയമാണ്. അപ്പോൾ പരമാനന്ദം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, ആനന്ദത്തെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന 3 അവസ്ഥകളെ പറ്റി അറിയണം. അതിൽ 1 ജാഗ്രത, 2 സുഷുപ്തി, 3 സ്വപ്നം. നാം സാധാരണ നമ്മളുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുകയും നാം ബോധത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത്. എന്നാൽ നാം സുഷുപ്തിയിലേക്ക് പോകുന്ന സമയത്ത്, ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉറക്കത്തിനും ജാഗ്രതത്തിനും ഇടയ്ക്കുള്ള ഒരു സ്വപ്നാവസ്ഥയുണ്ട്. സ്വപ്നാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നാം വ്യത്യസ്തമായ ഒരു ലോകവും വ്യത്യസ്തമായ കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന കാഴ്ചകൾ ആ സമയത്ത് നമുക്ക് അതാണ് സത്യം. ഉദാഹരണമായിട്ട് നമ്മൾ സ്വപ്നത്തിൽ നാം ഒരു മലയുടെ മണ്ടയിൽ നിന്ന് താഴോട്ട് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് പലരും കട്ടിലേന്നൊക്കെ വീണ്ടും താഴെ വീഴാറുണ്ട്. അങ്ങനെ താഴെ വീണ് കഴിയുമ്പോഴാണ് അവരറിയുന്നത് ഇത്ര നേരം കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നു, അഥവാ മിഥ്യയായിരുന്നു എന്ന് അവരറിയുന്നത്. അപ്പം ബോധതലത്തിൽ നിന്നുകൊണ്ട് സ്വപ്നാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും സ്വപ്നാവസ്ഥയിൽ നിന്നുകൊണ്ട് ബോധതലത്തെ അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ജാഗ്രത, സ്വപ്നം, പിന്നീട് വരുന്നതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സാധാരണ ആളുകൾക്ക് ഈ സുഷുപ്തിയുടെ അവസ്ഥയിൽ യാതൊരുവിധ ബോധവും ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ ബോധമനസ്സ് പൂർണ്ണമായിട്ടും ഉറങ്ങിയിരിക്കും. അബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നുമാണ് ആ സമയത്ത് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോധാവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ ആനന്ദ ശക്തി പ്രാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വരീയമായ ലയത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ, ഈ പ്രപഞ്ചബോധവുമായിട്ട് അവർ ഒന്നായി ചേരുമ്പോൾ അവർക്ക് സുഷുപ്തിയുടെ അവസ്ഥയിൽ പോലും ഒരു ബോധം ഉണ്ടായിരിക്കും, ഒരു ആത്മീയ അവബോധം ഉണ്ടായിരിക്കും. അതായത് ഉണർന്നു ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും, അവരുടെ ബോധം ഉണർന്നിരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തിരോഭാവം എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തിരോഭാവം. തിരോഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സിനെ ഉള്ളിലേക്ക് പിൻവലിച്ചുകൊണ്ട് എന്നാൽ നമ്മൾ ആ ഒരു അവബോധത്തോടെ ആയിരിക്കുന്ന അവസ്ഥയാണ് തിരോഭാവം. ആ തിരോഭാവം കഴിയുമ്പോഴാണ് ലയം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ആനന്ദാവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഈശ്വരനുമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ്. എന്ന് വെച്ചാൽ ഈശ്വരീയ ബോധവുമായിട്ടുള്ള, പരമാനന്ദ ബോധവുമായിട്ടുള്ള ഒന്നാകലാണ്. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ അവസ്ഥയിലേക്ക് എത്തുന്ന മനുഷ്യരൊക്കെ തികഞ്ഞ മൗനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് തികഞ്ഞ മൗനത്തിലേക്ക് ആയിത്തീരുന്നു. വിഷയാസക്തികളിൽ നിന്ന് അവർ പരിപൂർണമായി പുറത്തു കിടക്കുന്നു. കാരണം ഈ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന വിഷയങ്ങളിലൊന്നും അവർക്ക് ആസക്തികൾ തീരെ ഇല്ലാണ്ടാവുന്നു. എല്ലാ ആസക്തികളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും അവർ പുറത്തു കിടക്കുന്നു. അവർ തന്നിലുള്ള ഈശ്വരീയതയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ഇങ്ങനെ ഈ പരമാനന്ദത്തിലായിത്തീരുന്ന ആളുകൾ ഏതെങ്കിലും ഗുഹകളിലേക്കോ മലകളിലേക്കോ ഒക്കെ പിൻവാങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ നമുക്കും ഈ കുണ്ടലിനി എനർജി ഉണർത്തിയെടുത്ത് ആ പരമമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കാരണം അത് നമ്മളുടെ ഈ ജന്മത്തിൻ്റെ രഹസ്യമാണ്, അഥവാ ജന്മ ഉദ്ദേശമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി നമ്മൾ അറിയുകയും നമ്മുടെ ജന്മത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് അറിയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ഈ അത്ഭുത സിദ്ധിയെ ഉണർത്തി നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക്, അതായത് തേർഡ് ഐ ചക്രത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവുകയും അതിൽ നിന്ന് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ആത്മീയമായ ജ്ഞാനവും ഇന്ദ്രിയാതീതമായിട്ടുള്ള ജ്ഞാനവുമൊക്കെ സിദ്ധിക്കുന്നത്. അങ്ങനെ ആ ജ്ഞാനത്തെ സിദ്ധിച്ചു കഴിയുമ്പോഴാണ്
നമുക്ക് ഏത് അവസ്ഥയിലും ഒരു ജാഗ്രതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബോധത്തിൻ്റെ അവസ്ഥയിലായിരിക്കുവാനും അതോടൊപ്പം തന്നെ നമുക്ക് ഈശ്വരീയമായ അവബോധവുമായി ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ ആത്മബോധവും പ്രപഞ്ചബോധവും ഒന്നായി തീർന്ന് ഒരു പരമമായ ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക്, പരമശിവൻ്റെ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ പരിമിതമായ വ്യക്തിബോധം ഈ ഉന്നതമായ പ്രപഞ്ചബോധമായി മാറുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. അതിനുള്ള ക്രിയകളിലൂടെ, മെഡിറ്റേഷനിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കുണ്ടലിനി അവേക്കനിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്രിയകൾ പരിശീലിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുണ്ടലിനി അവേക്കനിങ് മെഡിറ്റേഷൻ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കുണ്ടലിനി ദീക്ഷയൊക്കെ സ്വീകരിച്ച് നമ്മളിൽ മറിഞ്ഞു കിടക്കുന്ന ഈ വളരെ വലിയ അതിശക്തമായ എനർജി ഉണർത്തിയെടുത്ത് ജീവിതത്തിൽ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനും അങ്ങനെ സന്തോഷവും സമാധാനവും ശാന്തിയും നന്മകളും നിറഞ്ഞ ഒരു സദ്മാനവനായി ജീവിക്കുന്നതിനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോകൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ.